2025 ഗോൾഡ് മെർക്കുറി ഇൻ്റർനാഷണൽ അവാർഡ് ആർക്കാണ് ലഭിച്ചത്? 2025 ഗോൾഡ് മെർക്കുറി ഇൻ്റർനാഷണൽ അവാർഡ് ലഭിച്ചത് ദലൈലാമയ്ക്കാണ്. ദലൈലാമ. അടുത്ത ചോദ്യം, മഞ്ഞിൽ കാണുന്ന വന്യജീവികളുടെ DNA സാമ്പിൾ സംരക്ഷിക്കുന്ന ഇന്ത്യയിലെ ആദ്യ മൃഗശാല ഏതാണ്? മഞ്ഞിൽ കാണുന്ന വന്യജീവികളുടെ DNA സാമ്പിൾ സംരക്ഷിക്കുന്ന ഇന്ത്യയിലെ ആദ്യ മൃഗശാല പത്മജ നായിഡു ഹിമാലയൻ സുവോളജിക്കൽ പാർക്കാണ്. 2025 മാർച്ച് 18 ഈ സംരക്ഷണ കേന്ദ്രം സ്ഥാപിതമായിട്ടുള്ളത്. അപ്പോൾ പത്മജ നായിഡു ഹിമാലയൻ സുവോളജി പാർക്കാണ്. ഇന്ത്യയിൽ ആദ്യമായി വിദ്യാർത്ഥികൾക്ക് നോ ടു ഡ്രഗ്സ് പ്രതിജ്ഞ നിർബന്ധമാക്കിയ സർവകലാശാലയാണ് കൊച്ചിൻ ജെയിൻ യൂണിവേഴ്സിറ്റി. ഇന്ത്യയിൽ ആദ്യമായിട്ട് വിദ്യാർത്ഥികൾക്ക് നോ ടു ഡ്രഗ്സ് പ്രതിജ്ഞ നിർബന്ധമാക്കിയ സർവകലാശാലയാണ് ഇത്, കൊച്ചി ജെയിൻ യൂണിവേഴ്സിറ്റി. 2025 വനിതാ ഏകദിന ലോകകപ്പിന് ആതിഥേയത്വം വഹിക്കുന്ന രാജ്യം ഏതാണ്? 2025 വനിതാ ഏകദിന ലോകകപ്പിന് ആതിഥേയത്വം വഹിക്കുന്ന രാജ്യം ഇന്ത്യയാണ്. ഇന്ത്യ 4ാം തവണയാണ് ഈ ടൂർണമെൻറ്റിന് ആതിഥേയത്വം വഹിക്കുന്നത്. ഡിജി യാത്രാ പദ്ധതിയിൽ ഉൾപ്പെട്ട കേരളത്തിലെ രണ്ടാമത്തെ വിമാനത്താവളം. ഡിജി യാത്രാ പദ്ധതിയിൽ ഉൾപ്പെട്ട കേരളത്തിലെ രണ്ടാമത്തെ വിമാനത്താവളം തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളം. ഡിജി യാത്രാ പദ്ധതിയിൽ ഉൾപ്പെട്ട കേരളത്തിലെ രണ്ടാമത്തെ വിമാനത്താവളം തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളം. അടുത്ത ചോദ്യം, സ്പേസ് ബോർഡിൻ്റെ ചെയർമാനായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടതാരാണ്? സ്പേസ് ബോർഡിൻ്റെ ചെയർമാനായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് അഡ്വക്കേറ്റ് സംഗീത വിശ്വനാഥൻ. അഡ്വക്കേറ്റ് സംഗീത വിശ്വനാഥൻ. 2025 ഫെബ്രുവരിയിൽ അന്തരിച്ച പ്രശസ്ത സോവിയറ്റ് ചെസ് ഇതിഹാസം. 2025 ഫെബ്രുവരിയിൽ അന്തരിച്ച പ്രശസ്ത സോവിയറ്റ് ചെസ് ഇതിഹാസം ആരാണ്? ബോറിസ് സ്പാക്കിയാണ്. ബോറിസ് സ്പാക്കി. 1937 ജനിച്ച സ്പാക്കി 1969 മുതൽ 72 വരെ ലോക ചെസ് ചാമ്പ്യനായിരുന്നു. 2025 ഫെബ്രുവരിയിൽ അന്തരിച്ച പ്രശസ്ത സോവിയറ്റ് ചെസ് ഇതിഹാസം ആണാര്? ബോറിസ് സ്പാക്കി. ബോറിസ് സ്പാക്കി.